ഹലോ ഗൈസ്, ഞാൻ ഇന്നൊരു ഹിന്ദി സ്പൈ ആക്ഷൻ ത്രില്ലർ മൂവി ഉണ്ട്, ദുരന്തർ. ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മൾ ഈ ആന്റി നാഷണൽ ഫിലിംസ് കണ്ട് കൈയടിച്ചു കൊടുക്കാറുണ്ട്. ചില ഫിലിംസൊക്കെ 2 മണിക്കൂർ സഹിക്കാൻ വയ്യ. സത്യം പറഞ്ഞാൽ ഈ മൂവി, ഈ ദുരന്തർ എന്ന ഈ ഫിലിം, ഹിന്ദി മൂവി 3 മണിക്കൂർ 32 മിനിറ്റ് ഉണ്ട്. സമയം പോയതറിഞ്ഞില്ല. എല്ലാം മലയാളികളും സത്യം പറഞ്ഞത് കാണേണ്ടതാണ്. നമ്മളെ പ്രത്യേകിച്ച് ദേശസ്നേഹികളായിട്ടുള്ള മലയാളികൾ. എന്തോ മേക്കിംഗ് ആണെന്നറിയാം, ഒരു രക്ഷയില്ല. ഇനി ഈ പടത്തിന്റെ ഡയറക്ട് ചെയ്തിട്ടുള്ളത് ആദിത്യ ധർ. അദ്ദേഹമാണ്. അത് ഈ ഉറി എന്നുള്ള ഒരു ഹിന്ദി മൂവി ഉണ്ടായിരുന്നു, അത് ഡയറക്ട് ചെയ്ത ഒരു ഡയറക്ടറാണ് ഈ ആദിത്യ ധർ. അതിന് നാഷണൽ അവാർഡ് ഫിലിമിനും കിട്ടി, ഈ ഡയറക്ടർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ മെയിനായിട്ട് അഭിനയിക്കുന്നത് അക്ഷയ് ഖന്ന, രൺവീർ സിംഗ്, അർജുൻ രാംപാൽ, പിന്നെ സഞ്ജയ് ദത്ത്. ഇങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ സ്റ്റാർസ് ഇതിനകത്തുണ്ട്. ഇതിൽ രൺവീർ സിംഗ് ആണ് നായകനായിട്ടുള്ളത്. വില്ലൻ കഥാപാത്രമായിട്ട് കുറെ ആൾക്കാരുണ്ട്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് അക്ഷയ് ഖന്ന ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു രൺവീർ സിംഗിനെക്കാളും ഒരുപടി മുകളിൽ നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പ്രഷനും അഭിനയവും എല്ലാം. നമുക്കറിയാം, പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പ്സ്, ലഷ്കർ തോയ്ബ, പിന്നെ ISI, ഇതെല്ലാം ചേർന്ന് ഇന്ത്യയിൽ പല ടെററിസ്റ്റ് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. കാണ്ഡഹാർ, പത്താൻകോട്ട്, പിന്നെ താജ് ഹോട്ടൽ ആക്രമണം, പിന്നെ വന്നിട്ട് നമ്മളെന്തോ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എല്ലാം, ഈ ടെററിസ്റ്റ് എല്ലാം അറ്റാക്കെല്ലാം ബേസ് ആയിട്ടുള്ളത് പാകിസ്ഥാനാണ്. അപ്പം പാകിസ്ഥാനിൽ ഇതെല്ലാം പ്ലോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഒക്കെ പാകിസ്ഥാനിൽ നടക്കുന്ന ഒരു ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഫിലിമായിട്ടാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ ബേസ്ഡ് ടെററിസ്റ്റ് ഗ്രൂപ്പ്സിന്റെ ഇന്ത്യ വിരുദ്ധ നയങ്ങളും അതിന്റെ അവര് ആക്രമണം പ്ലോട്ട് ചെയ്യുന്നതെല്ലാം എല്ലാ കാര്യങ്ങളും ഇതിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ത്യ ഗവൺമെന്റിന്റെ IB എന്നൊരു സ്പൈ അങ്ങോട്ട് വിടുന്നു. ആ സ്പൈ ആണ് രൺവീർ സിംഗ്. രൺവീർ സിംഗ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അദ്ദേഹം അതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറി ആയാലും എല്ലാം. ഡയറക്ഷൻ ഒരു രക്ഷയില്ല, സൂപ്പർ മേക്കിംഗ് ആണ്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള അതിന്റെ BGM മാത്രം മതി പടം നമ്മൾ ഇരുന്ന് കണ്ടുപോകും. ഈ 3.5 മണിക്കൂർ പോകുന്ന അറിയത്തില്ല. BGMൽ പ്രത്യേകിച്ച് റെട്രോ ആയിട്ടുള്ള കുറെ സോങ്സ് ഒക്കെ അതിൽ വരുന്നുണ്ട്. വില്ലൻ കഥാപാത്രമായിട്ടുള്ള അക്ഷയ് ഖന്ന ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. എന്തായാലും ഈ മൂവി മസ്റ്റായിട്ട് കാണേണ്ട ഒരു ഫിലിമാണ്, പ്രത്യേകിച്ച് രാജ്യസ്നേഹം ഉള്ള ആൾക്കാർക്ക്. എനിക്കിഷ്ടപ്പെട്ടു. ഫാമിലി ആയിട്ടാണ് പോയി കണ്ടത്. എല്ലാവർക്കും അത് കണ്ട് ആസ്വദിക്കാവുന്ന പടമാണ്. അഡിയോസ് അമിഗോസ്.